ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ഇൻഡിപെൻഡൻസ് ഡേ ഡ്രോയിങ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു ആർച്ച് വരയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ രണ്ട് എൻഡിൽ നിന്നും ഇതേപോലെ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. എന്നിട്ട് ഇതിനെ താഴ്ത്തി വരച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു മാസ്ക് ആണ് വരയ്ക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് എലാസ്റ്റിക് കൂടി വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് രണ്ട് ലൈൻസ് വരച്ചിട്ട് ഇതിനെ 3 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി സെൻറ്ററിൽ ഒരു അശോക ചക്രം വരയ്ക്കാം. ഇരുപത്തിനാല് ആരക്കാലുകൾ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ ബ്ലൂ കളർ പെന്ന് വെച്ചിട്ട് ഒന്ന് കട്ടിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറെ സ്കെച്ച് കൊടുക്കുന്നില്ല ഈ അശോക ചക്രത്തിന്, അതുകൊണ്ടാണ് പെന്ന് വെച്ചിട്ട് കൊടുത്തത്. മുകളിൽ ഓറഞ്ച് കളർ കൊടുക്കാം. താഴെ ഗ്രീൻ. ഇപ്പം നമ്മൾ മാസ്കിനകത്തൊരു ഫ്ലാഗാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നമുക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് എഴുതി കൊടുക്കണം. ഓറഞ്ചിൽ ഞാൻ ഹാപ്പി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഇൻഡിപെൻഡൻസ് ഡേ എന്ന് ഞാൻ ഗ്രീനിലാണ് എഴുതുന്നത്. ഇത് ഞാൻ ബ്ലാക്ക് കളർ സാധാ പെന്ന് വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കർ വെച്ചിട്ട് എഴുതാവുന്നതാണ്. അത് നല്ല കട്ടിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മെയിൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതിനൊന്ന് ഭംഗിയാക്കാം. അതിനായിട്ട് ഞാൻ 4 കോർണറിലും ഓറഞ്ചും ഗ്രീനും സ്കെച്ച് വെച്ചിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ മാർജിനൊന്നും വരച്ചില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റേൺ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാവുന്നതാണ് ചുറ്റിലും. സ്കെച്ച് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള കളർ ഏതാണോ അതെടുക്കാം. ഇതിപ്പോൾ ക്രയോൺസ് ആയാലും പെൻസിൽസ് ആയാലും എന്തായാലും കുഴപ്പമില്ല, വാട്ടർ കളേഴ്സും യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ ഈ ഒരു COVID-19 സിറ്റുവേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഡ്രോയിങ് വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്കൂളിലെ ഇൻഡിപെൻഡൻസ് ഡേ ആക്ടിവിറ്റീസിലേക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾ പിക്ചർ തന്നെ നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും വരയ്ക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ പറ്റുന്നത്ര ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.